أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ, വേദിയിൽ ഇരിക്കുന്ന നേതാക്കൾ, പ്രിയങ്കരനായ സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ, പ്രിയപ്പെട്ട ഫൈസൽ തങ്ങൾ, പ്രിയങ്കരനായ അഷ്റഫ് കോക്കൂർ, PT അലി സാഹിബ്, ഹൈദർ അലി, പ്രിയങ്കരനായ തങ്ങൾ, അതുപോലെ പ്രിയപ്പെട്ട സൈനുദ്ദീൻ സാഹിബ്, അഷ്റഫ് കോക്കൂർ, അതുപോലെ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഈ പ്രദേശത്തെ സഖാക്കൾക്ക് എൻ്റെ ലാൽസലാം. ഇവിടെ ബഹുമാന്യനായ തങ്ങളും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീബും അവരുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്ഥാനലബ്ധിക്ക് അംഗീകാരമായി നൽകുന്ന സ്വീകരണ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഈ ചടങ്ങ്. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അതിൻ്റെ പ്രതാപ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പറാകാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്ന ആ അവസ്ഥയിൽ ഞങ്ങൾ ഇപ്പോഴുള്ളത് വാർഡിൻ്റെ ഗ്രാമസഭയിലും ലീഗ്, നിയമസഭയിലും ലീഗ്, ലോക്സഭയിലും ലീഗ്, അങ്ങകലെ ഐക്യരാഷ്ട്രസഭയിലും അഹമ്മദിലൂടെ മുസ്ലിം ലീഗിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ധമായ രാഷ്ട്രീയ കുടിപ്പകമൂത്ത ചില ലീഗ് വിരുദ്ധർ മുസ്ലിം ലീഗിനെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും തീരെ നട്ടാൽ മുളക്കാത്ത നുണകളും വെച്ചു പിടിപ്പിച്ചുകൊണ്ടുള്ള പുതിയ രൂപത്തിലും കോലത്തിലും ഭാവത്തിലും ഓരോ കുപ്പായമണിഞ്ഞുകൊണ്ട് ഓരോ കോലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രിയപ്പെട്ട അമീർ, പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ നിങ്ങൾ ഇങ്ങനെ എത്ര കണ്ട് അദ്ദേഹത്തെ എതിർക്കുന്നുവോ അത്ര കണ്ട് അദ്ദേഹത്തിന് തിളക്കം കൂടി വരികയാണ്. ഒരു നല്ല തിളക്കമുള്ള പട്ടമാണ് പട്ടം. നമുക്ക് തണലേകുന്ന ആ പട്ടം എതിർ ദിശയിൽ നിന്ന് കാറ്റെത്ര കൂടുന്നുവോ അത്ര ദിശയിൽ അത് മേലോട്ട് മേലോട്ട് ഉയർന്നു പോവുകയാണ്. ആ പട്ടം നിലത്തിറങ്ങിയാൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനുമാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിന്റെ സെൻട്രൽ ഫോർവേഡ്, കേരള രാഷ്ട്രീയ കളരിപ്പയറ്റു സംഘത്തിലെ ഉസ്താദുൽ അസാത്തീദായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയെ മർമാണി തൈലം വെക്കുന്നിടത്ത് ചെറിയും തോളിട്ട് നിൽക്കുന്നവരായി എതിർക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു കൊത വെക്കാതെ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്ത് നന്മ ചെയ്തു പോകുന്നു. ഇവിടെ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. ഫലസ്തീൻ പറഞ്ഞ് രാത്രികാലങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളുണ്ട്. അവരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പേര് പറയാതിരിക്കാൻ കാരണം ഞാൻ പറയുന്നതിൻ്റെ ഇടയിലെങ്ങാനും അവർ പേര് മാറ്റിയാലോ എന്ന് കരുതിയിട്ടാണ്. അമ്മാതിലുള്ള ടീം. അവർക്കെന്താ ചെലവ്? പോസ്റ്റർ ഒട്ടിക്കുക. എന്താണ് അതിന് വേണ്ടത്? ഒരു ചാക്ക് മൈദ കച്ചവടക്കാരനല്ലാതെ ഈ സാധുക്കൾ കൊണ്ട് ആർക്കാ ഉപകാരമുള്ളത്? ആ ഒരു ചാക്ക് മൈദയുടെ കാശെങ്കിലും അഹമ്മദിനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ അത് ഫലസ്തീനിൽ ഞങ്ങൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഇന്ത്യ മഹാരാജ്യം പറഞ്ഞയച്ച രാജ്യത്തിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിലും സാർക്ക് ഉച്ചകോടിയുടെ തിരുമുറ്റത്തും റാബിത്തത്തുൽ ആലമിന്റെ അരങ്ങത്തും അറഫ മൈതാനിയിലും 5 തവണയല്ല 7 തവണ ഖാദിമുൽ ഹറമൈനിയുടെ കൂടെ, സൗദി ഭരണാധികാരിയുടെ കൂടെ കഅബാലയത്തിന്റെ അകത്ത് വരെ കയറാൻ ഭാഗ്യം സിദ്ധിച്ചു. ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അതിന്റെ പ്രതാപഘട്ടത്തിൽ തന്നെയാണ്. ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ആവനാഴിയിലെ എല്ലാ അസ്ത്രവും എയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ രംഗപ്രവേശം നടത്തിയത്. ബാങ്കരയിൽ ഇനി വരാത്തവരുണ്ടോ? അജിത വന്നു, അച്യുതാനന്ദൻ വന്നു,
പ്രകാശ് കാരാട്ട് മൂപ്പർക്ക് നേരല്ലായിട്ട് കെട്ടിയോള് വൃന്ദ കാരാട്ടിനെ പറഞ്ഞയച്ചു. ഒബാമ അല്ലാത്ത എല്ലാവരും വന്നു ഭയങ്കര. എന്നിട്ടും ഞങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി 10.5 മാറ്റിന്റെ തങ്ക തിളക്കത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കാണാനുള്ള കെൽപ്പ് ഇവർക്കില്ല. രാജിവെക്കൂ, പോ പുറത്ത്. രാജിവെക്കാൻ ഒന്ന് അവിടെ ഇരിക്കണ്ടടോ. പോ പുറത്ത് എന്ന് പറയണമെങ്കിൽ അകത്തേക്ക് കയറാനുള്ള സമയം കൊടുക്കണ്ടേ? അതൊരു മര്യാദയല്ലേ? ഈ ഗവൺമെന്റ് വന്ന അന്ന് തുടങ്ങിയതായി ഇവർക്ക് ഒരുപാട് അസുഖം. ഒന്ന് സഭാസ്തംഭനം, വയർ സ്തംഭനം എന്നൊക്കെ പറഞ്ഞ മറ്റൊരു സോക്കേട്. വേറൊന്ന് ഇറങ്ങിപ്പോക്ക്, രക്തം പോക്ക് മായിരത്തൊക്കെ വേറൊരു സോക്കേട്. 68 MLA കേരളത്തിന്റെ നിയമസഭയിൽ ഇവർ ജയിപ്പിച്ചത് എന്തിനാ? ഇറങ്ങിപ്പോകാനായിട്ട്. കയറുക, ഇറങ്ങിപ്പോരുക, കയറുക, ഇറങ്ങിപ്പോരുക. ഇരിക്കാൻ നേരമില്ല. എന്തിനാണ് പ്രതിപക്ഷ നിരയിൽ കസേര? 10 പുല്ലുവായി വാങ്ങിക്കൊടുത്തൂടെ? അച്യുതാനന്ദനും ടീമും ഒരു ദിവസം കിടന്നു അവിടെ. അച്യുതാനന്ദനൊക്കെ കിടക്കുകയാണ്. നീർച്ച സ്ഥലത്തൊക്കെ കലണ്ടർ കച്ചവടക്കാർ കിടക്കണമാതിരി ഈ സാധു എന്തിന് തെരഞ്ഞെടുത്തതാ? നാട്ടിലെ ജനങ്ങൾക്ക് വല്ല നല്ലതും ചെയ്തൂടെ? ഒരു നല്ല മുഖ്യമന്ത്രിയാകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു നല്ല പ്രതിപക്ഷ നേതാവായിക്കൂടെ? ഓട്ടടോ മരിക്കണേലടക്കം ഒരു നല്ല മനുഷ്യനായി ജീവിച്ചൂടെ? ഇതിങ്ങനെ അനങ്ങിയ ഐസ്ക്രീം 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 തന്നെ. ഞാൻ പറയാറുണ്ട്, എൻ്റെ പെങ്ങളെ കുട്ടിയാളെ കണ്ടപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഐസ്ക്രീം വിൽക്കണത് അന്തപ്പോഴും ഉണ്ടോ? 5 കൊല്ലക്കാലം ഭരണത്തിലിരുന്നിട്ട് ഇയാൾ ഉച്ചരിച്ചത് ഐസ്ക്രീം. ഇപ്പൊ പ്രതിപക്ഷത്തിരുന്ന്